നമസ്കാരം. ഇന്ത്യ മുന്നണിയിലെ നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ പല വിധത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി ഇന്ത്യ മുന്നണിയെ പ്രതിരോധത്തിലാക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയത് മുതൽ കോൺഗ്രസ് ഒരു ഭാഗത്ത് ഒറ്റപ്പെട്ടു നിൽക്കുകയാണ്. അതോടൊപ്പം ഇന്ത്യ മുന്നണിയിലെ മറ്റ് പാർട്ടികൾ, അത് കശ്മീരിലെ മുഖ്യമന്ത്രി ആയാലും അതോടൊപ്പം മമതാ ബാനർജി ആയാലും എല്ലാം തന്നെ BJPക്കൊപ്പം അല്ലെങ്കിൽ BJP എടുക്കുന്ന, കേന്ദ്ര സർക്കാർ എടുക്കുന്ന നിലപാടുകൾക്കൊപ്പം അവർ ഉറച്ചു നിന്നു. അതോടൊപ്പം കോൺഗ്രസ് കൂടുതൽ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും ഒടുവിലാണ് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി P. ചിദംബരം ഇന്ന് നടത്തിയ ചില പ്രസ്താവനകൾ. അത് ഇന്ത്യ മുന്നണിയെ, പ്രത്യേകിച്ച് കോൺഗ്രസിനെ വളരെയേറെ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹം പറയുന്നത് ഇന്ത്യ മുന്നണി എന്ന ഒരു ചട്ടക്കൂട് അല്ലെങ്കിൽ അത്തരമൊരു സഖ്യം അത് തകരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യമില്ല, അതായത് ഇന്ത്യ മുന്നണിക്ക് ഇനി വലിയ ആയുസില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം അദ്ദേഹം BJPയെ വാനോളം പുകഴ്ത്താനും ആ ഒരു അവസരം വിനിയോഗിച്ചു എന്നതും ശ്രദ്ധേയമാണ്. BJP കെട്ടുറപ്പുള്ള ഒരു സംവിധാനമാണ്. അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി അടുത്ത് ഇടപഴകുന്ന, അത്രത്തോളം സംഘടനാ സംവിധാനമുള്ള മറ്റൊരു പാർട്ടി ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. നേരത്തെ ശശി തരൂരടക്കം പല വിധത്തിൽ ഇന്ത്യ മുന്നണിയെയും അതോടൊപ്പം കോൺഗ്രസിനെയും പ്രതിരോധത്തിലാക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ P. ചിദംബരത്തിൻ്റെ ഈ ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ തുറന്നു പറച്ചിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികൾ, കോൺഗ്രസിൻ്റെ അല്ലാത്ത ഇതര കക്ഷി രാഷ്ട്രീയ പാർട്ടി നേതാക്കളൊക്കെ തന്നെ ഏത് രീതിയിലായിരിക്കും ഇനി പ്രതികരിക്കുക എന്നതും നോക്കിക്കാണേണ്ടതാണ്. എന്തായാലും ഇന്ത്യ മുന്നണി എന്നൊരു സംവിധാനം അത് അപ്പാടെ തകരുന്ന രീതിയിലേക്കാണ് ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ പോകുന്നത് എന്ന കാര്യം വ്യക്തമാണ്.